നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കെതിരെ ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ആശാ വർക്കർമാർ എന്ന തീവ്രവാദ ഭീകര സംഘം ചെയ്ത കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുവാൻ നിവൃത്തിയില്ല, അതിനാൽ ശമ്പളം കൂട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ആകെയുള്ള ശമ്പളം മാസം 7000 രൂപയാണ്. അത് 3 മാസമായി നൽകിയിട്ട്. അതായത് ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ 233 രൂപ. ഇനി ഇവർ ചെയ്ത രണ്ടാമത്തെ രാജ്യദ്രോഹ കുറ്റം വിരമിക്കുമ്പോൾ ആനുകൂല്യം നൽകണമെന്നൊന്ന് പറഞ്ഞുപോയി. ആശാ വർക്കർമാർ 62ാമത്തെ വയസ്സിൽ വിരമിക്കുമ്പോൾ ഒരുവിധമായ ആനുകൂല്യങ്ങളും നൽകണ്ട എന്ന തീരുമാനം 2 വർഷം മുമ്പ് LDF സർക്കാരാണ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. യാത്രാ കൂലി പോലുമില്ലാതെ 12-13 മണിക്കൂർ പൊരിവെയിലത്ത് നടന്നും ഓടിയുമൊക്കെ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു കാൽനടക്കാരന് പോലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സമരം ചെയ്തതിന്, പ്രതിഷേധിച്ചതിന് പോലീസ് കേസെടുത്തിരിക്കുന്ന വകുപ്പുകൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. 1. കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. ക്രൈം 2. പോലീസ് അധികാരികളുടെ നിർദ്ദേശം അനുസരിക്കുന്നില്ല. 3ാമത്തെ ഭീകരകുറ്റം നിയമവിരുദ്ധമായ സംഘം ചേരൽ. അതിലും കൊടിയ കുറ്റം പൊതുവഴി തടസ്സപ്പെടുത്തുന്നു. എന്തൊരു നാണം കെട്ട പോലീസും ഭരണാധികാരികളുമാണിത്. തലസ്ഥാന നഗരിയിൽ പ്രധാന റോഡിന് കുറുകെ പന്തൽ കെട്ടി ദിവസങ്ങളോളം ഗതാഗതവും കാൽനടയും പരിപൂർണമായും തടഞ്ഞ് CPMന്റെ പാർട്ടി സമ്മേളനങ്ങളാകാം. റോഡ് നികുതി അടച്ച് സ്വന്തം പൈസ കൊടുത്തു വാങ്ങിയ വാഹനത്തിൽ നിന്നും യാത്രക്കാരെ പിടിച്ചിറക്കി കിലോമീറ്റർ ദൂരം നടന്നു പോടാ എന്ന ദാദാഗിരി CPM സംസ്ഥാന നേതാക്കൾക്ക് മാത്രമേ പാടുള്ളൂ. സ്വന്തം ജീവൻ പണയം വെച്ച് കോവിഡ് സമയത്ത് പോരാടി ഈ അസുഖത്തെ തുരത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച് ലോകാരോഗ്യ സംഘടനയുടെ വിശിഷ്ട സേവന പുരസ്കാരം നേടിയ ആശാ വർക്കർമാർ കോവിഡ് കാലത്ത് വീടുകളിൽ കഴിഞ്ഞ രോഗികൾക്ക് മരുന്നെത്തിച്ചതും അവരുടെ ആരോഗ്യ വിവരങ്ങളും റൂട്ട് മാപ്പും എല്ലാം ശേഖരിച്ചതും ഈ നിശബ്ദ പോരാളികളാണ്. ജീവിതശൈലി രോഗ സർവേ അടക്കം നടത്തുന്നതും ഇവർ തന്നെ. സ്വാന്തന പരിചരണവും വീടുകളിലെ രോഗീ പരിചരണവും ആശുപത്രിയിലെ സഹായ ഡ്യൂട്ടികളും മുതൽ വാർഡ് തല അവലോകനങ്ങൾ നടത്തി ആരോഗ്യ റിപ്പോർട്ട് തയ്യാറാക്കുന്നതും ഇവരുടെ ജോലി ഭാരത്തിൽപ്പെടുന്നു. നിസ്സഹായതയിലും അരക്ഷിതാവസ്ഥയിലും അവഗണനയിലും പ്രതീക്ഷ വാടിയ ഇവരുടെ സങ്കടം നിവർത്തികേടായി പ്രതിഷേധ സമരമായി ഭരണസിരാ കേന്ദ്രത്തിൽ എത്തിയത് തെറ്റ്, ജനാധിപത്യ വിരുദ്ധം. ഇപ്പോൾ വല്ലപ്പോഴും കൂടി കിട്ടുന്ന 7000 രൂപ ശമ്പളത്തിൽ നിന്നും 15000 രൂപയാക്കി ശമ്പളം നൽകണമെന്ന ന്യായമായ ആവശ്യം, ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ നൽകുക, 5000 രൂപ പ്രതിമാസ പെൻഷൻ നൽകുക എന്നതും ന്യായം തന്നെ. ഈ അവകാശ സമരത്തെയാണ് ഇപ്പോൾ അധികാര ദണ്ഡുപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. 2020 ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം 65 നിശ്ചയിച്ച ബംഗാളിൽ അവർക്ക് 3 ലക്ഷം രൂപ ആശ്വാസ ധനം നൽകുന്നുണ്ട്. കേരളത്തിൽ ഏകദേശം 30,113 ആശാ വർക്കർമാരാണുള്ളത്. ജീവിക്കാനും ജീവിപ്പിക്കുവാനും വേണ്ടി നിവർത്തികെട്ട് തലസ്ഥാനത്ത് പ്രതിഷേധിക്കുന്ന ഈ പാവം സഹോദരിമാർക്കൊപ്പം നമ്മൾ ചേരണം. സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഇവർക്കായി വാ തുറന്ന അധികാരികളോട് സംസാരിക്കണം. കാരണം ഒരു തരത്തിലുള്ള സേവന വേതന വ്യവസ്ഥയും ഇല്ലാതെ തുച്ഛവേതനത്തിന് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ വർഷങ്ങളോളം അക്ഷീണ സേവനം നിർവഹിക്കുന്ന ഇവരോടുള്ള ഈ അവഗണന ക്രൂരമാണ്. കാണാമറയത്ത് അരക്ഷിത ജീവിതം നയിക്കേണ്ടി വരുന്നവർക്കും ഈ സമൂഹത്തിൽ തല ഉയർത്തി തന്നെ ജീവിക്കേണ്ടതുണ്ട്. അത് സാധ്യമാക്കാൻ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളും തൊഴിൽ സുരക്ഷിതത്വമൊക്കെ ഇവരുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞുള്ള സർക്കാർ നടപടികൾ ഉടനുണ്ടാകണം. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഹോട്ടലുകൾ, വെഹിക്കിൾസ്, ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ, മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്കും ഉറപ്പു നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേയ്സ് നിങ്ങൾക്കരികിലുണ്ട്. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. ഫോൺ നമ്പർ 9074498578.